മാന്തി 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 ഫുള്ള് എതിർപ്പാക്കുന്ന തരത്തിലേക്കുള്ളൊരു നയം ഈ പാർട്ടി ഉപേക്ഷിക്കണം. പലപ്പോഴും ഇവർക്കാർക്കും മുന്നിൽ വന്ന് നിൽക്കാൻ പറ്റാത്തത്ര നല്ല മറുപടി ഉണ്ടെന്ന് ഓർത്തിട്ട് വേണം സംസാരിക്കാൻ. ഫേസ്ബുക്ക് ഗുണ്ടകള്, അതായത് മീഡിയ ഗുണ്ടകള് പറയുന്നത് ഇത് അവർ പറയണതല്ല. എൻ്റെ ചേട്ടനെന്ന് ഞാൻ വിചാരിച്ചിരുന്ന നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ മന്ത്രി ശിവൻകുട്ടി ആ രീതിയിൽ ഇടപെടുമ്പോഴത്തേക്കും എനിക്ക് എന്താവുന്ന വികാരം എന്താണെന്ന് ഷാജിക്ക് ഓർക്കാൻ കഴിയും. ഇതുപോലെ ഫോട്ടോ വെച്ച് ദിനാചരണം നടത്തുമെന്ന് ആഗ്രഹപ്പെട്ടിരുന്ന, രക്തസാക്ഷിയാവാൻ വേണ്ടി ആഗ്രഹപ്പെട്ടിരുന്ന ഒരാളാണ് ഞാൻ. അതിൽ വി രാജകൃഷ്ണൻ എൻ്റെ അനിയനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരാളാണ്. തിരിച്ച് ആക്രമിക്കുന്ന തരത്തിലുള്ള ചിന്താഗതി ഉള്ളവരാണല്ലോ സാധാരണ കമ്മ്യൂണിസ്റ്റ്. അത് തന്നെയല്ലേ ഈ വിനോദം എന്ന് പറഞ്ഞ ആള്. ശാരീരികമായ ആക്രമണമാണോ അതോ മാനസികമായ ആക്രമണമാണോ ഏറ്റവും കൂടുതൽ വേദന ഉളവാക്കുന്നതെന്ന് ഷാജിക്ക് പറയാൻ കഴിയില്ലേ? ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടായത് വിനോദ് BJP-യിലേക്ക് പോകുന്നു എന്നുള്ളതായിരുന്നു. അല്ല, അത് പാർട്ടിയുടെ അറിയാമല്ലോ, പാർട്ടിയുടെ മീഡിയ വലിയൊരു വിങ് ഉണ്ടല്ലോ. അപ്പൊ അത് എന്നോടൊപ്പം നിൽക്കുന്ന ആൾക്കാർക്കൊരു വിഷമം ഉണ്ടാവണം എന്നുള്ള ധാരണയോടുകൂടി അങ്ങനെ ആക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. അങ്ങനെ പറയുമ്പോൾ ആൾക്കാർ എന്നിൽ നിന്ന് അകലും, അല്ലെങ്കിൽ എനിക്ക് ചെവി തരാതെയാവും. അപ്പൊ അതുകൊണ്ട് അതിനുവേണ്ടി ചെയ്ത ഒരു ട്രിക്കായിരുന്നു അത്. ഞാൻ സെക്കൻഡ് ഡേ തന്നെ അത് ഞാൻ മാറ്റി. കാരണം ഞാൻ ഒരുപാട് ചാരിറ്റി ആക്ടിവിറ്റീസ് ചെയ്യുന്ന വിവിധ സംഘടനകളുടെ ഭാരവാഹിയും മെമ്പറും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഷാജിക്ക് അറിയാമല്ലോ, ഒരുപാട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും എല്ലാ നല്ല നേതാക്കന്മാരും ഞാനുമായിട്ട് നല്ല ബന്ധം. അവരൊക്കെ എന്നെ ഒരു അനിയനെ പോലെ അല്ലെങ്കിൽ സുഹൃത്തിനെ പോലെ കാണുന്നതാണ്. അപ്പോൾ ആ ബന്ധങ്ങളൊന്നും ഞാൻ ഏത് പാർട്ടിയിൽ എന്ത് ചെയ്താലും ബ്രേക്ക് ചെയ്യാൻ പോകുന്നില്ല, നിർത്താൻ പോകുന്നില്ല. ആ ബന്ധം ഉണ്ടാവും. അത് സുഹൃത്ത് ബന്ധമല്ലേ. മനുഷ്യൻ എന്നുള്ളത് സുഹൃത്തുക്കളുടെ ബന്ധങ്ങളില്ലാതെ എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുന്നത്? അപ്പം ആ ബന്ധം ഉണ്ടാവും. അതിൽ വി രാജകൃഷ്ണൻ എൻ്റെ അനിയനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാളുമായിട്ട് നിൽക്കുന്ന ഫോട്ടോയോ അല്ലെങ്കിൽ കരമന അജിത്തിനോട് നിൽക്കുന്ന ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചിട്ട് അത് ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കുകയോ ചെയ്തത് അതൊന്നും ഒരിക്കലും നല്ല രീതികളല്ല ഈ പാർട്ടിയെ. പക്ഷെ അതെല്ലാം വേദനിപ്പിക്കുന്നത് എന്നെപ്പോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തിനും തയ്യാറായി നിന്ന ഒരു കൂട്ടം പാർട്ടി സഹായികളെയാണ്. ഞാൻ നേരത്തെ 2-3 ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് MS പ്രസാദിൻ്റെ ദിനം, രക്താക്ഷി ദിനം വരുമ്പോൾ SME സ്കൂളിലെ സ്കൂൾ ലീഡറാണ് ഞാൻ. അപ്പോൾ ഞാൻ ഈ പതാക ഉയർത്തുമ്പോഴത്തേക്കും എൻ്റെ ചിന്തകൾ എൻ്റെ പേരിൽ ഈ ഫോട്ടോ, ഇതുപോലെ ഫോട്ടോ വെച്ച് ദിനാചരണം നടത്തുമെന്ന് ആഗ്രഹപ്പെട്ടിരുന്ന, രക്തസാക്ഷിയാവാൻ വേണ്ടി ആഗ്രഹപ്പെട്ടിരുന്ന ഒരാളാണ് ഞാൻ. 85-ൽ SME സ്കൂളിലാണെന്ന് ഓർക്കണം. അപ്പോൾ അവിടെ നിന്നും എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ അനിയനാണ്. ഞാൻ ഉദ്ദേശിച്ച ആ ഇതിലോട്ട് വന്നത് എൻ്റെ സമൂഹത്തിൽ കുറെ കൂടെ എന്നേക്കാൾ ഒരുപാട് ഇരട്ടി ആ സമൂഹത്തിന് ആവശ്യമുണ്ടായിരുന്ന വിഷ്ണുവിനെയാണ്. അപ്പോൾ ആ ഫണ്ടിലൊക്കെ തൊടുമ്പോഴത്തേക്കും അതിനെ സ്വീകരിക്കാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും അതിന് ഡബിൾ പ്രൊമോഷൻ, ട്രിപ്പിൾ പ്രൊമോഷൻ കൊടുത്ത് ജില്ലാ നേതാവാക്കാനും ശ്രമിക്കുന്ന ഞാൻ, ഒരു 14 വർഷം ഒപ്പം ഉണ്ടായിരുന്ന അനിയനെ പോലെ കൊണ്ടുവരുന്ന എൻ്റെ ചേട്ടനെന്ന് ഞാൻ വിചാരിച്ചിരുന്ന നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ മന്ത്രി ശിവൻകുട്ടി ആ രീതിയിൽ ഇടപെടുമ്പോഴത്തേക്കും എനിക്ക് എന്താവുന്ന വികാരം എന്താണെന്ന് ഷാജിക്ക് ഓർക്കാൻ കഴിയില്ലേ? അപ്പോൾ അത് എന്നെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ സിദ്ധാന്തങ്ങൾക്കകത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബാധിക്കുന്നതാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിശ്വസിച്ച് ഇതിനകത്തോട്ട് വന്ന് നിരവധി ആയിരക്കണക്കിന് ചെറുപ്പക്കാർ, കുട്ടികളുടെ കാര്യമാണ്. ഇവർക്കൊക്കെ ഒരു പുനർചിന്തനം ആവശ്യമാണ്. നിർബന്ധമായിട്ടും അവർ ചിന്തിക്കണം എന്താണ് സംഭവിക്കുന്നത്, സ്വന്തം ജീവിതം കൊണ്ട് പന്താടുന്നത് എവിടം വരെ എത്തും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാരണക്കാരനാവുകയാണെങ്കിൽ എനിക്ക് ഒരു വിഷയമില്ല, ഞാനത് സന്തോഷം. വിഷ്ണുവിൻ്റെ മരണത്തിന് പ്രതികാരം നടന്നു. ആ പ്രതികാരം നടന്ന പിള്ളേർ ഇപ്പോഴും ഒരിടത്തും എത്തിയില്ല എന്നൊരു വാർത്ത CPM സൈബറിടങ്ങളിലുണ്ട്. ആ പ്രതികാരത്തെ വിനോദ് തള്ളി പറയുന്നുണ്ട്. ഞാനൊരിക്കലും തള്ളിപ്പറയില്ലല്ലോ. ഇപ്പം എൻ്റെ സുഹൃത്താണ് ഷാജി, അതല്ലെങ്കിൽ വേറൊരാള്, അയാളെ ഉപദ്രവിക്കുന്ന ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും പ്രതികരണശേഷിയുള്ള ആളെന്ന നിലയിൽ ഞാൻ അതിനകത്ത് ഇൻവോൾവ് ആവും. ഞാൻ അതിനകത്ത് തിരിച്ചും എൻ്റെ മുമ്പ് വെച്ച് സംഭവിക്കാം അപ്പം പറ്റുമെങ്കിൽ അപ്പോഴും, അല്ലെങ്കിൽ മനുഷ്യത്വപരമായ രീതിയിൽ ചിലപ്പോൾ പിന്നീട് ഞാൻ തിരിച്ച് ആക്രമിക്കാൻ ശ്രമിക്കും. അത് സ്വാഭാവികമല്ലേ, എല്ലാ മനുഷ്യനും ഉണ്ടാകുന്ന വികാരമല്ലേ. അതുപോലെ അവനുമായിട്ട് ഏറ്റവും അടുപ്പം ഉണ്ടായിരുന്ന, വിഷ്ണുവായിട്ട് ഏറ്റവും അടുപ്പം ഉണ്ടായിരുന്ന, എല്ലാ രീതിയിലും മുഴുവൻ സമയം വിഷ്ണുവായിട്ടുണ്ടായിരുന്ന അവൻ്റെ ഫ്രണ്ട്സ് അവരതങ്ങനെ ചെയ്തു. അതിനകത്ത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം എനിക്ക് അപ്പം തന്നെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള, അല്ലെങ്കിൽ അപ്പോൾ തന്നെ തിരിച്ച് ആക്രമിക്കുന്ന തരത്തിലുള്ള ചിന്താഗതി ഉള്ളവരാണല്ലോ സാധാരണ കമ്മ്യൂണിസ്റ്റ്. അത് തന്നെയല്ലേ ഈ വിനോദം എന്ന് പറഞ്ഞ ആള്. അപ്പൊ അതിനെ തള്ളിപ്പറയുന്നത് ഒരിക്കലും തള്ളിപ്പറയില്ല. പക്ഷെ അത് അവരെ ഒറ്റപ്പെടുത്തി എന്ന് പറയുന്നത് അത് ശരിയായ രീതിയൊന്നുമില്ല. അത് ഞാൻ ചോദിക്കട്ടെ, മാനസികമായി എങ്ങനെയൊക്കെ തളർത്താം
എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ നമ്മളിങ്ങനെ ചൂണ്ടുമ്പോൾ 4 വിരലും നമ്മുടെ നേരെ തന്നെ ചൂണ്ടുകയാണെന്ന് വിചാരിക്കണം. അപ്പൊ ആ ആക്രമണത്തിനെ എതിർത്ത് അതൊന്നുമല്ല എന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ ഫേസ്ബുക്കിലൊക്കെ അതല്ലേ പറഞ്ഞത്. ഫേസ്ബുക്ക് ഗുണ്ടകള്, അതായത് മീഡിയ ഗുണ്ടകള് പറയുന്നത് ഇത് അവര് പറയണതല്ല. സംസ്ഥാന ഘടകത്തില് നികേഷിനെ പോലെ ഏതൊക്കെയോ ആൾക്കാരുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അതിനെപ്പറ്റി വാസ്തവത്തില്ല. അപ്പൊ ആ PR ടീം ഇമ്മീഡിയറ്റ്ലി പടച്ചുവിടുന്ന ഇത്തരം കാര്യങ്ങൾ അത് ഒരു മനുഷ്യന്റെ മനസ്സിൽ എവിടം വരെ മുറിവേൽപ്പിക്കുന്നുള്ളത് മനസ്സിലാക്കണം. ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് അങ്ങനെ നിന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് അത് എവിടം വരെ മുറിവേൽപ്പിക്കുന്ന ആലോചിക്കണം. ആ മുറിവേൽക്കുന്ന മനസ്സിൽ നിന്നും തിരിച്ച് മറുപടി പറഞ്ഞാൽ പലപ്പോഴും ഇവർക്കാർക്കും മുന്നിൽ വന്ന് നിൽക്കാൻ പറ്റാത്തത്ര നല്ല മറുപടി ഉണ്ടെന്ന് ഓർത്തിട്ട് വേണം സംസാരിക്കാൻ. ഞാൻ എങ്ങനെയാണെന്നുള്ളത് അറിയാം ഇവർക്കൊക്കെ. ഞാൻ ചോദിക്കുന്ന വളരെ കുറച്ച് ക്വസ്റ്റ്യൻസിനെങ്കിലും എനിക്ക് മറുപടി പറയാൻ ഈ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന, ജില്ല ഏതെങ്കിലും നേതാക്കൾ അല്ലെ എൻ്റെ സുഹൃത്തുക്കൾ നിൽക്കുകയാണെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാൻ അവർ പറയുന്ന രീതിയിൽ ഞാൻ നിൽക്കാൻ തയ്യാറാണ്. അപ്പോൾ എതിർത്തു എന്നോ അതല്ലെങ്കിൽ അതിനെ തള്ളിപ്പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നിന്നെന്നുള്ളത് ആ ചെയ്ത ആൾക്കാർക്കറിയാം, അതല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്കറിയാം. അവിടെയൊക്കെ ഈ മാന്തി ഫുള്ള് എതിർപ്പാക്കുന്ന തരത്തിലേക്കുള്ളൊരു നയം ഈ പാർട്ടി ഉപേക്ഷിക്കണം. അത് ശരിയായ രീതിയല്ല. നല്ല പിള്ളേരാണ്, അവരെ കൊണ്ട് ഈ മേളിൽ നിന്ന് പടച്ചുവിടുന്ന സാധനങ്ങൾ എടുത്ത് റീപോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കുണ്ടാവുന്ന വിഷമവും ബുദ്ധിമുട്ടും വേദനയും നമ്മൾ തിരിച്ച് മറുപടി പറയാൻ വേണ്ടിയിട്ടും കൂടെ നിൽക്കുകയാണെങ്കിൽ അത് വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക്. ഇപ്പം വിനോദിൻ്റെ അനിയൻ വിമൽ ഇപ്പോഴും ഏരിയ കമ്മിറ്റി അംഗമായി തുടരുകയാണ്. അവൻ അച്ചടക്കമുള്ള പാർട്ടി കേഡറാണ്. എനിക്ക് കഴിയുന്നില്ല. ആ അച്ചടക്കത്തിന്റെ കൂട് പൊളിച്ച് ഞാൻ പുറത്തു വന്നു. കാരണം ഞാൻ കുറച്ചും കൂടെ ബോൾഷെവിക്കായിരുന്നു. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച എൻ്റെ ചിന്തകളും എല്ലാം വേറെ രീതിയിലായിരുന്നു. ഞാൻ ബോൾഷെവിക്കാൻ ആ വാക്ക് ഷാജിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരാളിന് കുറച്ചും കൂടെ ജീവിതാനുഭവങ്ങൾ, അവന് എൻ്റെ അനുജനിൽ എൻ്റെ ചേട്ടനല്ലോ. അപ്പോൾ കുറച്ചും കൂടെ ജീവിതാനുഭവങ്ങൾ ഉള്ളപ്പോൾ, കുറച്ചും കൂടെ സ്വപ്നങ്ങൾ കണ്ടു വന്നപ്പോൾ അതിനകത്തുണ്ടായ പാളിച്ചകളാണ്. അപ്പൊ എന്റെ പ്രതികരണം അതുപോലെ തന്നെ ആവണം എൻ്റെ അനിയന്റെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇതാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അനിയനായിട്ട് കൺവേ ചെയ്തായിരുന്നു. അല്ല, അനിയനല്ലേ. അവന്റെ പേര് വിമൽ എന്നാണ്, എൻ്റെ പേര് വിനോദ് എന്നാണ്. എനിക്ക് എൻ്റെതായ വ്യക്തിത്വമില്ലേ. അവൻ്റെതായ വ്യക്തിത്വമുണ്ട്. അവനോട് ചോദിക്കുമ്പോഴത്തേക്കും അവൻ്റെ നിലപാടറിയാം. ഞങ്ങൾ തമ്മിൽ അങ്ങനെ സംസാരിച്ചിട്ടില്ല. കാരണം അവൻ്റെ പക്ഷത്ത് നോക്കുമ്പോഴത്തേക്കും അവനാണ് ശരിയെന്നും എൻ്റെ പക്ഷത്ത് നോക്കുമ്പോഴത്തേക്കും ഞാനാണ് ശരിയെന്നും വിശ്വസിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വിലയിരുത്തലിൻ്റെ ആവശ്യമില്ല. എൻ്റെ വീട്ടിനകത്ത് എൻ്റെ അനിയനെയോ എൻ്റെ അമ്മയോ എൻ്റെ ബാക്കിയുള്ള റിലേറ്റീവ്സിനെയോ വിലയിരുത്താൻ വേണ്ടി ഞാൻ ആളല്ല. അവർക്കൊക്കെ ഓരോരോ സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ നിന്ന് അവർ കളിച്ചോട്ടെ, അവർ ജീവിച്ചോട്ടെ. എന്തിനാ അവരെ ഉപദ്രവിക്കുന്നത്? ഏറ്റവും വലിയ ഒരു സംഭവം, വിഷ്ണുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഹരിപ്രസാദ്, മഞ്ചൂർ ഹരിപ്രസാദാണ് ഇപ്പോൾ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. വിനോദ് ഒരു നല്ല ബന്ധമാണ് ഹരിപ്രസാദിനെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ഹരിപ്രസാദ് ഒന്നും ഇതിനോടൊന്നും പ്രതികരിക്കാൻ വന്നിട്ടില്ല. അവിടെ ഇവിടെയും തുടങ്ങാൻ നിൽക്കുന്ന ഒരു നയമാണ് സ്വീകരിക്കുന്നത്. ഹരിക്ക് ഹരിയുടെ നിലപാടുണ്ട്. ഹരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. അപ്പോൾ ഹരി പറയുന്നത്, ഹരിക്ക് പാർട്ടി അച്ചടക്കമുള്ള ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നല്ല ഉത്തരവാദിത്വമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. ഹരി പറയേണ്ട സ്ഥലങ്ങളിൽ ഹരിയുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടാവാം എന്നാണ് എൻ്റെ വിശ്വാസം. എന്നെ വിളിച്ചിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. കാരണം എന്നെ വിളിക്കാനായിട്ട് ഹരി എന്നല്ല, ഈ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആർക്കും എനിക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അമ്മാതിരി ദ്രോഹം അനുഭവിച്ച ആളാണ് ഞാൻ ജീവിതത്തിൽ. അപ്പോൾ എനിക്ക് അനുഭവിച്ച ദ്രോഹങ്ങൾ ഈ പാർട്ടിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ. പണ്ട് BJPക്കാർ RSSകാരുടെ ഒരുപാട് ഇതുപോലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി ഷാജി ശാരീരികമായ ആക്രമണമാണോ അതോ മാനസികമായ ആക്രമണമാണോ ഏറ്റവും കൂടുതൽ വേദന ഉളവാക്കുന്നത് ഷാജിക്ക് പറയാൻ കഴിയില്ലേ? വേദന നമുക്ക് പോവും, ശരീരത്തിലുണ്ടാകുന്ന വേദന പോവും, മുറിവുണങ്ങും, അല്ലെങ്കിൽ ഒടിഞ്ഞു പോയാൽ പോവും, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടാൽ പോവും. പക്ഷെ അതുപോലെയല്ല മാനസികമായിട്ടുണ്ടാകുന്ന വേദന. അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ളത് എൻ്റെ പാർട്ടിയാണ്. ഞാൻ അതിന് പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല, തുറന്നു പറയാൻ പറ്റുന്ന രീതിയിലല്ല. അതുകൊണ്ട് ഞാനത് പറയത്തുമില്ല. പക്ഷേ വിനോദ് എത്തിച്ചേർന്ന ലാവണം കോൺഗ്രസ് ലാവണമാണ്.